أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. പ്രിയപ്പെട്ട കുട്ടികളെ, 9ാം ക്ലാസ്സിലെ തസ്കിയത്തുൽ വിൽദാനിലെ ഒന്നാമത്തെ പാഠം അൽ വഹദത്തുൽ ഊല, സൂറത്തുൽ കാഫിറൂൻ. ഇനി നമുക്ക് പാഠം നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും ആബിദൂന മാ അഅ്ബുദു വലാ അന ആബിദും മാ അബദ്തും വലാ അൻതും ആബിദൂന മാ അഅ്ബുദു ലക്കും ദീനുക്കും വലിയ ദീൻ. മക്കാനത്ത് ഹാദിഹി സൂറത്ത് തുസമ്മ ഹാദിഹി സൂറത്തു സൂറത്തുൽ കാഫിറൂന വ സൂറത്തുൽ ഇഖ്ലാസ് വ സൂറത്തുൽ ഇബാദത്ത് വ ഹാദിഹി സൂറത്തു തഷ്തമിലു അല റുബുൽ ഖുർആൻ ഫൈനൽ ഖുർആന ഫീഹിൽ അംറു വന്നഹ്യു വഫി കുല്ലു മിൻഹു മാ യതഅല്ലഖു ബിൽ ഖൽബി വ മാ യതഅല്ലഖു ബിൽ അമൽ ഫഹസല ബിദാലിക അർബഅത്തു അസ്കാമിൻ വ ഹാദിഹി സൂറത്തു മുഷ്തമിലുൻ അലൻ നഹി അനിൽ മുഹറമാത്തിൽ മുഅല്ലഖത്തി ബിൽ ഖൽബി ഫതകൂനു റുബുൽ ഖുർആനി ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുൽ യാ അയ്യുഹൽ കാഫിറൂന തഅദിലു റുബുൽ ഖുർആൻ. സൂറത്തിൻ്റെ മക്കാനത്ത് ഹാദിഹി സൂറത്ത്, ഈ സൂറത്തിന് കാഫിറൂന, ഇഖ്ലാസ്, ഇബാദത്ത് എന്നീ പേരുകളുണ്ട്. ഖുർആനിൻ്റെ 4-1 ഈ സൂറത്ത്. ഖുർആനിൽ കൽപ്പനയും നിരോധനവുമുണ്ട്. ഇവ ഓരോന്നും ഖൽബുമായി ബന്ധപ്പെട്ടതും പ്രവർത്തനവുമായി ബന്ധപ്പെട്ടതുമാണ്. അങ്ങനെയാണ് 4 ഭാഗങ്ങൾ. ഈ സൂറത്ത് ഹൃദയവുമായി ബന്ധപ്പെട്ട ഹറാമായ കാര്യങ്ങളെ നിരോധിക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ്. അതാണ് ഖുർആനിൻ്റെ 4-1 ഇത് മാറിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ സൂറത്ത് ഖുർആനിലെ 4-1 കിടപിടിക്കും. തുസന്നു ഖിറാഅത്തു ഹാദിഹി സൂറത്തി മാ സൂറത്തുൽ ഇഖ്ലാസ് ഫി റകഅത്തി ത്വാഫി വൽ ഫജ്രി വ റകഅത്തൈനി ബഅദൽ മഗ്രിബി വഫിൽ ദുഹാ കമാ തുസന്നു ഖിറാഅത്തുഹാ ഇൻദൽ മനാമി കമാ വറദത്ത് ബിദാലിക്കൽ അഹാദീസ്. ഈ സൂറത്ത് ഇഖ്ലാസ് സൂറത്തിൻ്റെ കൂടെ ത്വാഫിൻ്റെ 2 റകഅത്ത് നിസ്കാരത്തിലും സുബ്ഹിയുടെ മുമ്പുള്ള 2 റകഅത്ത് നിസ്കാരത്തിലും മഗ്രിബിന് ശേഷമുള്ള 2 റകഅത്ത് നിസ്കാരത്തിലും ളുഹാ നിസ്കാരത്തിലും ഓതൽ സുന്നത്താണ്. ചില ഹദീസുകളിൽ വന്ന പോലെ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഓതൽ സുന്നത്താണ്. നുസൂലു ഹാദിഹി സൂറത്ത്. നസലത്ത് ഹാദിഹി സൂറത്തു ഫി റഅത്തി മിൻ ഖുറൈശിൻ ഖാലു ഇത്തബഅ ദീനന വനത്തബഅ ദീനക വനുശ്റകുക ഫി ദീനിന കുല്ലിഹി നഅബുദു ആലിഹതന സനത വനഅബുദു ഇലാഹക സനത ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം മാഅല്ലാഹി അൻ ഉശ്രിക ബിഹി ഗൈറുഹു ഖാലു ഫസ്തലിം ബഅല ആലിഹതിന നുസദ്ദിഖുക വനഅബുദു ഇലാഹക ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ഹത്താ അൻളുറ മാ യഅതി മിർ റബ്ബി ഫഅൻളുറല്ലാഹു ഹാദിഹി സൂറ. ഖുറൈശികളിലെ ഒരു വിഭാഗത്തിലാണ് ഈ സൂറത്ത് ഇറങ്ങിയത്. അവർ പറഞ്ഞു, നിങ്ങൾ ഞങ്ങളുടെ ദീനിനെ പിൻപറ്റുക, ഞങ്ങൾ നിങ്ങളുടെ ദീനിനെയും പിൻപറ്റാം. 1 വർഷം ഞങ്ങളുടെ ഇലാഹിനെ നിങ്ങൾ ആരാധിക്കുക, 1 വർഷം ഞങ്ങൾ നിങ്ങളുടെ ഇലാഹിനെയും ആരാധിക്കാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു,
അള്ളാഹു അല്ലാത്ത ഒരാളെ അവനോട് പങ്കുചേർക്കലിനെ തൊട്ട് അള്ളാഹുവിനോട് ഞാൻ കാവലിനെ തേടുന്നു. മുശ്രിക്കുകൾ പറഞ്ഞു, നബിയെ, ഞങ്ങളുടെ ബിംബങ്ങളെ നിങ്ങൾ തൊട്ടുമുത്തിയാൽ നിങ്ങളെ ഞങ്ങൾ വാസ്തവമാക്കാം, നിന്റെ ഇലാഹിനെ ഞങ്ങൾ ആരാധിക്കുകയും ചെയ്യാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിൽ നിന്നും വഹി വരുന്നുണ്ടോ എന്ന് ഞാൻ വീക്ഷിച്ചു. അപ്പോൾ അള്ളാഹു തആല ഈ സൂറത്തിനെ ഇറക്കി. തഫ്സീറു ഹാദിഹി സൂറത്ത്. കുൽ, ഓ നബിയെ, തങ്ങൾ പറയുക, യാ അയ്യുഹൽ കാഫിറൂൻ, ബിംബങ്ങളെ ആരാധിക്കുന്ന മുശ്രിക്കുകളെ, ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്ന ബിംബങ്ങളെ ഞാൻ ഇപ്പോൾ ആരാധിക്കുകയില്ല. വലാ അൻതും ആബിദൂന മാ അഅ്ബുദ്, ഞാൻ ആരാധിക്കുന്നവനെ ഈ സമയത്ത് നിങ്ങൾ ആരാധിക്കുന്നവരല്ല, അവൻ ഏകനും സർവശക്തനുമാണ്. വലാ അന ആബിദും മാ അബത്തും, ഇനി വരാൻ പോകുന്ന കാലത്തും നിങ്ങളുടെ ബിംബങ്ങളെ ഞാൻ ആരാധിക്കില്ല. വലാ അൻതും ആബിദൂന മാ അഅ്ബുദ്, വരും കാലങ്ങളിൽ ഏകനും സത്യവാനുമായ എൻ്റെ ഇലാഹിനെ നിങ്ങളും ആരാധിക്കേണ്ടതില്ല. ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾ നിലനിൽക്കുന്ന തെറ്റായ ദീൻ നിങ്ങൾക്ക്, വലിയ ദീൻ എനിക്ക് എൻ്റെ സത്യമായ ദീൻ. ഇതാണ് ഈ സൂറത്തിൻ്റെ തഫ്സീർ. ഖുൽ യാ അയ്യുഹൻ നബിയ്യു ലിൽ മുശ്രിക്കീന അല്ലദീന യത്ലുബൂന മിൻകൽ മുശാറകത ഫി ഇബാദത്തി അൽ അസ്നാം. ഇനി ബാക്കി ഇത് സൂറത്തിൻ്റെ തഫ്സീർ അതേപോലെ തന്നിരിക്കുകയാണ്, സൂറത്തിൻ്റെ അർത്ഥം തന്നെ അതുപോലെ തന്നിരിക്കുകയാണ്. ഈ വരിയുടെ അർത്ഥം, നബിയെ, വിഗ്രഹാരാധനയിൽ നിങ്ങളോട് പങ്കാളിത്തം ആവശ്യപ്പെട്ട ബഹുദൈവ വിശ്വാസികളോട് തങ്ങൾ പറയുക. അത് പറഞ്ഞതിന് ശേഷം ഉള്ളത് സൂറത്തിൻ്റെ അർത്ഥമാണ്. അപ്പോൾ നമ്മൾ നോക്കിയ അതേ അർത്ഥം തന്നെയാണ്. ഇനി ബാക്കിയുള്ള ഭാഗം നോക്കാം. ഹാസിലു ഹാദിഹി സൂറത്ത്. ഇന്നല്ലാഹ അമറ റസൂലഹു അൻ യഖൂല ബികുല്ലി സ്വറാഹത്തിൻ മുഅക്കദൻ മുകററൻ ഇന്നഹു ലാ യഅ്ബുദു ഇലാഹതഹും അബദൻ ലാ ഹാലൻ വലാ മുസ്തഖ്ബിലൻ കമാ അന്നഹും ലാ യസ്തതിഊന അൻ യഅ്ബുദു റബ്ബഹുല്ലാഹുൽ വാഹിദുൽ ഖഹാറ വഹും മുതഅസ്സബൂന മുസിറൂന അലാ ശിർക്കിഹിം ഫലാ ലിഖാഅ ബൈനൽ ഫരീഖൈനി ഫിൽ ഇബാദത്തി കമാ ലാ ലിഖാഅ ബൈനഹുമാ ഫിൽ മഅബൂദ്. അതിൻ്റെ അർത്ഥം, നിശ്ചയം അള്ളാഹു നബിയോട് വ്യക്തമായി ശക്തമായി ആവർത്തിച്ചു പറയാൻ കൽപ്പിച്ചു, നിലവിലോ വരാൻ പോകുന്ന അവരുടെ ബിംബങ്ങളെ ഒരിക്കലും ആരാധിക്കുകയില്ല. അവർ അവരുടെ ഷിർക്കിൽ അടിയുറച്ചു പോയതുകൊണ്ട് ശക്തനായ ഏകനായ അള്ളാഹുവിനെ ആരാധിക്കാൻ അവർക്കാകില്ല. ആരാധിക്കപ്പെടുന്നവൻ്റെ ഇടയിൽ ചേർച്ച ഇല്ലാത്തതുപോലെ ഇരുവിഭാഗവും തമ്മിൽ കണ്ടുമുട്ടലില്ല. ഇതോടുകൂടി ഈ പാഠം ഇവിടെ അവസാനിക്കുന്നു. ഈ പാഠം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. ആരംഭപ്പൂവായ മുത്ത് നബിയുടെ ഹളറത്തിൽ ചെന്നെത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് ഏകല്ലാഹ്. വാഹല്ലിൽ ഖുബ്ബത്തിൽ ഹളറായി ഖുബ്ബത്തി സയ്യിദിൽ കൗനൈനി അഫ്ളല ഖുർറത്തുൽ ഐനൈനി. ആരംഭപ്പൂവായ മുത്ത് നബിയുടെ ഹളറത്തിൽ ചെന്നെത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് ഏകല്ലാഹ്.